പിന്നെ സ്വന്തമായിട്ട് കട തുടങ്ങിയതിന് ശേഷം പിന്നെ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു നഷ്ടം കച്ചവടമാണ് പിന്നീടുണ്ടായിരുന്നു. എൻ്റെ ഒരു 5-6 വർഷത്തോളം ഞാൻ മറ്റുള്ളവരുടെ കൂടെ ജോലി ചെയ്തു, ജോലി പഠിച്ചൊക്കെ നിന്ന്. ഒരു 5 വർഷങ്ങൾക്ക് ശേഷമാണ് ആദ്യമായിട്ട് ടൈലറിങ് ഷോപ്പ് ഇതിലേക്ക് മാറുന്നത്. അത് ഞാൻ ഉദ്ദേശിച്ച പോലെ ഒന്നും ആയിരുന്നില്ല. അതൊരു 2-3 വർഷം കൊണ്ട് എനിക്ക് വലിയൊരു ബാധ്യതയാണ് വരുത്തിയത്. ഉദ്ദേശിച്ച ബിസിനസ് വന്നില്ല. പക്ഷേ നമുക്ക് ബിസിനസ് ഇല്ലെങ്കിലും റെൻറ്റും മറ്റു കാര്യങ്ങളും എല്ലാം നമ്മൾ ചെയ്യണമല്ലോ. അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടൈലറിങ്ങിൽ കട്ടിങ്ങിനും മറ്റൊക്കെ ശമ്പളത്തിനാണ് വെച്ചത്. അപ്പോൾ അവർക്ക് അവരെ സാലറിയും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് കൊടുക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ അവരെ സാലറിക്ക് വേണ്ടിയിട്ട് നാട്ടിൽ കൊടുക്കലായി. പിന്നെ ശരി, ബാധ്യത കൂടി. പിന്നെ അതിൽ നിന്ന് മാറിയിട്ട് പിന്നെ എന്താ ചെയ്തത്? പിന്നീട് ഞാൻ 1 വർഷം ജോലി ചെയ്തു ഒരു മിനിസ്ട്രിയിൽ. അവിടെ നിന്നാണ് ഈ റെൻറ്റേക്കാർ ആദ്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ തന്നെ ഒരു സ്പോൺസർ കീഴിൽ വേറൊരു ടീം റെൻറ്റേക്കാർ തുടങ്ങി. എനിക്ക് ആ സമയത്ത് റെൻറ്റേക്കാർ ബിസിനസ് ഒന്നും അറിയില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ കൂടി ഈ ഫീൽഡ് എങ്ങനെയാണെന്നുള്ളത് പഠിച്ചു. ഞാൻ ശരിക്കും 1 വർഷം കൊണ്ട്. പിന്നെ റെൻറ്റേക്കാർ പിന്നെ അവരത് നിർത്തിവെച്ചു. അദ്ദേഹം തുടങ്ങിയ പാർട്ടി പിന്നീട് നിന്നില്ല, അയാൾ പോയി. വീണ്ടും ഞാൻ ഗവൺമെൻറ്റിൽ ചെറിയൊരു ജോലിക്ക് നിന്ന്. അവിടെ നിന്നുകൊണ്ട് ഇരിക്കുന്ന സമയത്താണ് വേറൊരു ടീം ഈ റെൻറ്റേക്കാർ തുടങ്ങാൻ വേണ്ടിയിട്ട് സ്ഥാപനങ്ങളൊക്കെ എടുത്തിട്ട് അവിടെ ഞാൻ ജോലിക്കായി നിന്നു. അത് ജോലിക്ക് തന്നെ ആയിരുന്നു. അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഞാൻ സ്വന്തം സ്ഥാപനം തുടങ്ങിയത്. ആദ്യം തുടങ്ങിയത് ഏത് പേരിലായിരുന്നു? ആദ്യം ഞാൻ ശരിക്കും ജോലി ചെയ്തെന്ന് പറയാം. പിന്നീടാണ് ഇപ്പോഴാണ് ആ സ്ഥാപനം എൻ്റെതായി മാറിയത്, ഏഷ്യ റെൻറ്റേക്കാർ. പിന്നെ വീണ്ടും ഞാൻ എയർപോർട്ടിന് അവിടെ ഇപ്പോൾ നിലവിലുള്ള വേൾഡ് റെൻറ്റേക്കാർ തുടങ്ങി. അതിപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു മലയാളികൾ ഒരുപാട് പേര് ദോഹയിൽ റെൻറ്റേക്കാർ ബിസിനസ് ചെയ്യുന്നുണ്ടല്ലോ, നല്ല രീതിയിൽ. ഉണ്ട്. ഇവിടുത്തെ ഏറ്റവും ആദ്യത്തെ റെൻറ്റേക്കാർ മലയാളിയുടെയാണ്. ഇവിടുത്തെ ഇപ്പോൾ നിലവിലുള്ള ഏറ്റവും വലിയ ആ റെൻറ്റേക്കാർ, ഇപ്പോൾ വണ്ടി ഏറ്റവും വലിയ റെൻറ്റേക്കാരും അവർ തന്നെയാണ്. അവരങ്ങനെ പറഞ്ഞാൽ തന്നെ അവരറിയുകയും ചെയ്യും. അവരുടെ പേരൊന്നും പറയണ്ട, റെൻറ്റേക്കാർ എന്ന് പറഞ്ഞാൽ അവരറിയപ്പെടും. റെൻറ്റേക്കാർ കൂടുതൽ പ്രിഫർ ചെയ്യാൻ കാരണം അതിന് ഒരുപാട് സാധ്യതയുണ്ട് അവിടെ. അന്ന് സാധ്യതകളുണ്ടായിരുന്നു. പിന്നെ വെച്ചാൽ മറ്റൊരു ബിസിനസ് തുടങ്ങുന്നതിനേക്കാളും അത്രയൊന്നും ഇൻവെസ്റ്റ്മെൻറ്റ് അതിന് വേണ്ട. നമ്മൾ പുറത്ത് നിന്ന് നോക്കുന്ന പോലെയല്ല. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഇന്നൊരു ജ്യൂസ് സ്റ്റാൾ തുടങ്ങണമെങ്കിൽ പോലും ലക്ഷക്കണക്കിന് റിയാൽ ഇൻവെസ്റ്റ് ചെയ്യണം. അത് നമുക്കൊരു പക്ഷേ കട എടുക്കണം, അത് ഡെക്കറേറ്റ് ചെയ്യണം. പിന്നെ ഇന്നത്തെ ആ ഒരു ഇതിൽ കൂടി പോകുന്നെങ്കിൽ ലക്ഷക്കണക്കിന് റിയാൽ വേണം. അത്ര ഒന്നും ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ന് റെൻറ്റേക്കാർ ചെയ്യില്ല. വാഹനം നമുക്ക് ലോൺ കിട്ടും. 85% കിട്ടും നമ്മുടെ നാട്ടിൽ പോലെ. 85 ഒന്നല്ല, നമുക്ക് 100% തരുന്ന ബാങ്കുകാർ പോലും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ട്രാൻസാക്ഷൻ പോലെ ഇരിക്കും ബാങ്കായിട്ടുള്ള ട്രാൻസാക്ഷൻ വിശ്വാസം പോലെ. അതുകൊണ്ട് കാര്യമായി ഇൻവെസ്റ്റ്മെൻറ്റ് വരില്ല. എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഇക്ബാൽ ചെയ്യുന്ന ഇത് റെൻറ്റേക്കാർ എന്ന് പറയുന്നത് ഇൻഡിവിജ്വലായിട്ട് കൊടുക്കണം, കമ്പനിക്ക് കൊടുക്കണം, എല്ലാം ഉണ്ട്. ഇൻഡിവിജ്വലും ഉണ്ട്. ഇൻഡിവിജ്വലാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ പ്രോഫിറ്റ് ഉണ്ടാവുക. ലോങ് ടൈം കൊടുക്കുമ്പോൾ എന്ന് പറയുമ്പോൾ പെർ ഡേ ആണോ മന്ത്ലി ആണോ? പെർ ഡേയും കൊടുക്കുന്നുണ്ട്, മന്ത്ലി കൊടുക്കുന്നുണ്ട്. അതിലൊക്കെ നമുക്ക് വ്യത്യാസങ്ങളായ ഇപ്പോൾ പെർ ഡേക്ക് കൊടുക്കുന്ന ഒരു ചാർജിനേക്കാളും വളരെ ഉയർന്ന പ്രൈസാണ് നമുക്ക് ഒരാഴ്ചയ്ക്കോ 10 ദിവസത്തിനൊക്കെ എടുക്കുമ്പോൾ കിട്ടുന്നത്. നമ്മളിപ്പോൾ ചിലപ്പോൾ പരിചയമില്ലാത്ത വ്യക്തികൾക്ക് കൊടുക്കും. അത് നമ്മൾ ഗ്യാരണ്ടി ഒക്കെ മേടിച്ചു വയ്ക്കും. അത് ഇവിടുത്തെ ഇപ്പോൾ ഞങ്ങളൊക്കെ ഓഫീസിൽ ഒരു 3 ഓപ്ഷനാണ്. ഒന്ന് ഒറിജിനൽ പാസ്പോർട്ട്, സെക്കൻഡ് ഓപ്ഷൻ ഓപ്പൺ ചെക്ക്, ഇവിടുത്തെ ഖത്തറിൻ്റെ ഏതെങ്കിലും ബാങ്കിൻ്റെ ബ്ലാങ്ക് ചെക്ക്, അല്ലെങ്കിൽ ഒരു എമൗണ്ട്. പക്ഷെ അതിപ്പോൾ ഒരു വലിയ റിസ്ക്കാണ്. ഇപ്പോൾ ആദ്യം ഇവിടെ ഈ റഡാറും ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരൊറ്റ റഡാർ ചാടി കഴിഞ്ഞാൽ 6000 റിയാലാണ് ഒരു റെഡ് ചാടി കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ കൂടിയൊരു 5000 ആണ് മേടിച്ചു വയ്ക്കുക. അപ്പോൾ നമുക്കൊരു ഇതുണ്ടായാൽ പോലും നടത്താൻ പറ്റില്ല. എല്ലാത്തിനും ഫൈനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ പൈസ മേടിച്ചു വെക്കുന്ന അത്ര വലിയ സേഫ്റ്റി അല്ല. നമ്മുടെ നാട്ടിൽ റെൻറ്റേക്കാറിൻ്റെ പല പത്രവാർത്തകളിലും നമ്മൾ മനസ്സിലാക്കാറുണ്ട്. ചില ഭയങ്കര റിസ്ക്കാണ് പലർക്കും അബദ്ധം പറ്റിയതായിട്ട്. അങ്ങനെ എന്തെങ്കിലും അത്ര ഒരു റിസ്ക് ഇവിടെ നാട്ടിൽ ബിസിനസ് ചെയ്യുന്ന അത്ര റിസ്ക് ഗൾഫിൽ ബിസിനസ് ചെയ്യാൻ ഒരു ബിസിനസ്സിനും ഇല്ല. റെൻറ്റേക്കാറിനെ കുറിച്ച് റെൻറ്റേക്കാറിൽ വളരെ ഈസിയാണ്. എൻ്റെ ഒരു ഫീൽഡിൽ ഞാൻ എല്ലാവരോടും പറയും, നമ്മുടെ നാട്ടിൽ സൈക്കിൾ പീടിക വാടകയ്ക്ക് കൊടുക്കുന്ന സൈക്കിൾ പീടിക നടത്താൻ കുറച്ചും കൂടി ഒരു വിവരം വേണം. കാരണം എന്താ വെച്ചാൽ അതൊരു മണിക്കൂർ 2 മണിക്കൂറിനൊക്കെ നമ്മൾ കൊടുക്കുക. അപ്പോൾ ഒരു മണിക്കൂറിന് ഇത്ര വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. അത്രയൊന്നും വിവരവും ഇതൊന്നും വേണ്ട. അപ്പോൾ ചിലരൊക്കെ MBA പാസ്സായിട്ടാണ് റെൻറ്റേക്കാറിൽ തുടങ്ങുന്നതൊക്കെ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളതിന് താഴ്ത്തല്ല, പഠിപ്പ് എപ്പോഴും നല്ലത് തന്നെ. പക്ഷേ റെൻറ്റേക്കാർ ഗൾഫിലൊക്കെ നടത്താൻ അത്ര വലിയൊരു വിദ്യാഭ്യാസമൊന്നും ഇല്ലെങ്കിലും നടന്നു പോകും. ആദ്യം തുടങ്ങിയത് എത്ര വണ്ടി? ഞാൻ ആദ്യം തുടങ്ങിയത് ശരിക്കും പറഞ്ഞാൽ 5 വണ്ടി. 5 വണ്ടി സ്വന്തമായിട്ടുള്ള ബാങ്ക് വഴി, ബാങ്ക് ത്രൂ. അത് ഞാൻ പറഞ്ഞില്ല, ഈ ഏഷ്യ റെൻറ്റേക്കാറിൻ്റെ
ആ പേരും അതിൻ്റെ ഒരു സൽപ്പേര് കരസൂടി ഞാൻ തന്നെ ആയിരുന്നു തുടക്കം. അത് തുടങ്ങിയത് അറബിയാണെങ്കിലും അത് തുടക്കം മുതൽ ഞാൻ തന്നെ ആയിരുന്നു. അപ്പോൾ അത് കൃത്യമായിട്ട് അതിൻ്റെ ചെക്കൊന്നും തിരിച്ചു വരികയോ അല്ലെങ്കിൽ അവർക്ക് ഇൻസ്റ്റാൾമെൻറ്റ് കിട്ടാതിരിക്കുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. കംപ്ലീറ്റ് എനിക്ക് പൂർണ്ണമായിട്ടും സ്വതന്ത്രമായിട്ട് എനിക്ക് വിട്ടു തന്നിരുന്നു എല്ലാ കാര്യങ്ങളും. അപ്പം അത് നമ്മളെ സ്വന്തം സ്ഥാപനം പോലെ മാനേജ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു ഇപ്പോൾ എത്ര വണ്ടിയിൽ വന്ന് ഇപ്പം എൻ്റെ സ്വന്തം സ്ഥാപനത്തിൽ ഏകദേശം എനിക്ക് 100ഓളം വണ്ടി. 100ഓളം വണ്ടി എന്ന് പറയുമ്പോൾ കാറ് മാത്രമാണ്? കാറുണ്ട്, മിനി ബസ് ഉണ്ട്. ഞങ്ങൾക്ക് എയർപോർട്ടിനകത്ത് ഞങ്ങൾക്കൊരു കോൺട്രാക്ട് ഉണ്ട് ഖത്തർ എയർവേസ് ആയിട്ട്, കമ്പനി ത്രൂ ഖത്തർ എയർവേസിനായിട്ട്. അപ്പോൾ അതിലേക്കൊക്കെ വണ്ടി ഡ്രൈവേഴ്സിനെ കൊടുത്തിട്ടുണ്ട്. അതാണ് ഞങ്ങളുടെ മെയിൻ ബിസിനസ്. ഇത്രയധികം സ്റ്റാഫ് ഉണ്ടാകാം ഇതിൽ? ഞങ്ങളുടെ ഓഫീസിലാകെ 3 സ്റ്റാഫുള്ളൂ ഞങ്ങൾ എയർപോർട്ട് ഓഫീസിൽ. പക്ഷേ എനിക്ക് എയർപോർട്ടിന് അടുത്ത് വർക്ക് ഉണ്ടല്ലോ, അവിടെ 10-60 ഡ്രൈവേഴ്സ് ഉണ്ട്. കലാപരമായിട്ട് ഇക്ബാൽജിയെ കുറിച്ചൊന്ന് വിശദമായിട്ട് പറയാം. എന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്തൊക്കെ ചെയ്തിരുന്നു? ഞങ്ങളിവിടെ ഒരു 82 വന്നു. 86 മുതൽ ഇവിടുത്തെ പല സംഘടനകൾക്കും വേണ്ടി നാടകം കളിക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ പാട്ട് പാടിയിട്ടുണ്ട്. ഇപ്പോഴല്ല, വളരെ മുന്നേ നാടകമാണ് അധികം. അതിലിപ്പോൾ ഏറ്റവും എടുത്തു പറയാൻ പറ്റാവുന്നത് ഇവിടെ MES സ്കൂളിൽ ദോഹ കോറസിൻ്റെ സംഘടന കൂടി ചെയ്ത ലൈല മജ്നു എന്ന് പറഞ്ഞിട്ടൊരു ഡ്രാമാസ്കോപ്പ് സംഭവം ഉണ്ടായിരുന്നു. അല്ല, വലിയൊരു വൈഡായുള്ള ഒരു 10-200 ചില ആർട്ടിസ്റ്റുകൾ വെച്ചിട്ട് ഇവിടെ മജീദ് ഖാൻ അറിയില്ലേ, സൗണ്ട് മജീദ് ഖാൻ കിടക്കുന്ന നേതൃത്വത്തിൽ ചെയ്ത് അതിൽ ആർട്ടിസ്റ്റുകളെല്ലാവരും ഇവിടെ ഉള്ളവർ? എല്ലാവരും ഇവിടെ ഉള്ളവർ. ലൈല മജ്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ സ്കോപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് 200 അടി വീതിയിലൊരു സ്റ്റേജിൽ പല 3 സ്റ്റേജുകളായിട്ട് ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. കറക്റ്റൊന്നുമില്ല, ഒരേ സമയം അതിൻ്റെ പല വ്യത്യസ്ത ഭാഗങ്ങൾ. സെൻട്രൽ സ്റ്റേജ്, സൈഡ്. ലൈല മജ്നുവിൻ്റെ കഥ അറിയാമല്ലോ. അത് വളരെ ഭംഗിയായിട്ട് 2.5 മണിക്കൂർ 3 മണിക്കൂറോളം വരുന്നത്. ഇപ്പോൾ ലാസ്റ്റ് മജീദ് ഖാൻ ചെയ്ത ഒരു വേറൊരു സംഭവമാണ് മിസ്രയിലെ രാജൻ എന്ന് പറഞ്ഞിട്ട്. അതിൽ നമ്മുടെ നാട്ടിൽ നിന്ന് RK മലയത്തുണ്ടല്ലോ, മേജിഷ്യൻ, അദ്ദേഹത്തിൻ്റെ മകനും വൈഫൊക്കെ അതിൽ മേജിക്കിനായിട്ട്, അത് മേജിക്കിന് പ്രാധാന്യമുള്ള സംഭവമാണ്. ഈജിപ്തിൽ പണ്ട് നടന്നൊരു കഥയെ ആസ്പദമാക്കിയിട്ട് ചെയ്തിട്ടുള്ള സംഭവമാണ്. ഒരു വസ്തുവിനെ നിർമ്മിക്കുന്നത്, അതൊരു രാജ്യം തിരിച്ചു പിടിക്കാൻ വേണ്ടി. തിരിച്ചു പിടിച്ച ശേഷം ഒരു ശില്പിയുടെ മകനെ കൊന്നുകളയും, പിന്നെ വീണ്ടും ആ ഉണ്ടാക്കിയ വസ്തുവിനെ കൊണ്ട് ആ നാട് നശിപ്പിക്കുന്നത് ഗംഭീര സംഭവമായിരുന്നു. ഇപ്പോൾ ചെയ്യുന്നില്ല നാടകങ്ങൾ? അതിപ്പോൾ കഴിഞ്ഞിട്ടുള്ളൂ. നമുക്ക് സ്വന്തമായിട്ടൊന്നല്ല, മറ്റുള്ളവർ ചെയ്യുമ്പോൾ നമ്മുടെ ഈ രൂപത്തിനൊക്കെ പറ്റി എന്തെങ്കിലും റോളുകളൊക്കെ ഉണ്ടെങ്കിൽ ആരെങ്കിലും വിളിക്കും. എൻ്റെ സമയമൊക്കെ അനുസരിച്ച് അല്ല, ഇവിടെ അങ്ങനെ ഫംഗ്ഷൻ നിങ്ങൾ ചെയ്യുമ്പോൾ പ്രവാസികളായ നിങ്ങൾ നാടകങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ എങ്ങനെയാണ് ടിക്കറ്റ് പ്രോഗ്രാം ആയിരിക്കും? ടിക്കറ്റ് പ്രോഗ്രാമാണ് ഇവിടെ നടക്കുന്നതൊക്കെ അങ്ങനെ തന്നെയാണ്. നമ്മൾ ആദ്യം സ്ക്രിപ്റ്റ് അത് ചെയ്യും, അവർക്ക് കൊടുക്കും, അവരത് അപ്രൂവലായി.